ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. അജ്വാ സ്വലാത്ത് മജ്ലിസ് മെയിൻ ഗ്രൂപ്പുകളിലെയും ഉപഗ്രൂപ്പുകളിലെയും എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും സർവശക്തനായ അല്ലാഹുവിന്റെ അനുഗ്രഹം എന്റെയും നിങ്ങളുടെയും മേൽ നിരന്തരം വർഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ മാസത്തിന്റെ രണ്ടാമത്തെ പകുതി അവസാനിക്കാനായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേരളം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ബദർ ദിനമായിരുന്നു. ഇന്ന് ബാംഗ്ലൂർ ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെ പല ഭാഗത്തു നിന്നാണ് റമളാൻ 17. ചരിത്രത്തിന്റെ ഇന്നലകളെ ജാജ്വല്യമാനമായ സ്മരണകൾ കൊണ്ട് നിറയ്ക്കുന്ന ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്ന് നമുക്കൊരിക്കലും മറക്കാനോ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വേർതിരിക്കാനോ ആവാത്ത അനുഗ്രഹീതമായ ബദർ ദിനം അത്യുജ്വലമായ പോരാട്ടത്തിന്റെയും ആ പോരാട്ടത്തിലെ ഉന്നതമായ വിജയത്തിന്റെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ഭാഗത്തിന് കിട്ടിയ വമ്പിച്ച മുന്നേറ്റത്തിന്റെയും അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും അനീതിയുടെയും ഭാഗത്തിനേറ്റ പരാജയത്തിന്റെയും ഒക്കെ ഓർമ്മകൾ പുതുക്കുന്ന ബദർ ദിനത്തിന്റെ ആ ഒരു സ്മരണകളിലൂടെയാണ് ഇപ്പോഴും ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവസാനത്തെ രണ്ടാമത്തെ 10 ശുദ്ധ റമളാനിലെ 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. മൂന്നാമത്തെ 10ലേക്ക് കടക്കുകയായി. തീർച്ചയായും നാം ഒരു ആത്മപരിശോധന നടത്തേണ്ട നിർണായക സമയമാണ്. കാരണം ഈ റമളാൻ കൊണ്ട് നാം രക്ഷപ്പെടണമോ, ഈ റമളാൻ കൊണ്ട് നാം വിജയിക്കണമോ? അങ്ങനെ വിജയിക്കുവാനും രക്ഷപ്പെടാനും ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി ആലസ്യത്തിന് നമ്മുടെ നിമിഷങ്ങൾ വിട്ടുകൊടുക്കാൻ നമ്മെ കൊണ്ടാവില്ല. കാരണം അനുഗ്രഹീതമായ റമളാൻ മാസത്തിന്റെ പുണ്യമായ പകുതിയിലധികം സമയങ്ങൾ കഴിഞ്ഞുപോയിരിക്കുകയാണ്. നാം ഇനിയും ഈ റമളാനിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ റമളാനിൽ നമുക്ക് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ, ആത്മീയമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, തഖ്വയുടെ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, മുമ്പ് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. ശുദ്ധ റമളാൻ മാസം ആരംഭിച്ചിട്ട് 17 ദിവസങ്ങൾ കഴിയുന്നു. ഈ 17 ദിവസത്തിന് മുമ്പുള്ള ആ തൊട്ട് തലേ ദിവസം വരെയുള്ള തഖ്വയുടെ അവസ്ഥയാണ് ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും ഉള്ളതെങ്കിൽ, ആ ഒരു ഈമാനിക ചൈതന്യമാണ് ഇപ്പോഴും എനിക്കും നിങ്ങൾക്കും ഉള്ളതെങ്കിൽ, അതിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ, ആ തഖ്വയുടെ വിധാനം ഉയർന്നിട്ടില്ല എങ്കിൽ, ഈമാനിക ചൈതന്യം ഉയർന്നിട്ടില്ല എങ്കിൽ, നമ്മുടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ടുള്ള ഹൃദയപരമായ ബന്ധം വർദ്ധിച്ചിട്ടില്ല എങ്കിൽ, പാപങ്ങളോടുള്ള നമ്മുടെ അങ്ങേയറ്റത്തെ വെറുപ്പും പാപങ്ങൾ ചെയ്തു പോയതിന്റെ പേരിലുള്ള അങ്ങേയറ്റത്തെ വിഷമവും ഭയവും നമുക്ക് വർദ്ധിച്ചിട്ടില്ല എങ്കിൽ, പാപമോചനത്തിന് വേണ്ടി നാം അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി ദുആ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ റമളാൻ മാസം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ഉമ്മത്തിന്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് തഖ്വ ഉണ്ടാകുന്നതിന് വേണ്ടി, ദൈവഭക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ആ ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തിപ്പെട്ടിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധ റമളാന് മുമ്പുള്ളതിനേക്കാൾ റമളാന് ശേഷം നാം നമ്മുടെ ശരീരത്തിന്റെ തൂക്കം നോക്കുമ്പോൾ ആ ശരീരത്തിന്റെ തൂക്കം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, റമളാന് മുമ്പുള്ളതിനേക്കാൾ അമിതമായ ഭക്ഷണം കഴിച്ച് ഒരു നേരത്തെ അല്ലെങ്കിൽ 2 നേരത്തെ ഭക്ഷണം ഒഴിവാക്കാൻ അല്ലാഹു തആല നിർബന്ധമാക്കിയതിന് പകരം രാത്രിയിൽ മൊത്തം ഒരു പ്രതികാരം എന്നവണ്ണം, ഒരു വാശി എന്നവണ്ണം ഭക്ഷണ തളികകളിൽ നിന്ന് തളികകളിലേക്കുള്ള ഒരു പ്രയാണമായിരുന്നു നമ്മുടെ ഈ റമളാന്റെ ഇന്നലകളെങ്കിൽ, അതല്ലെങ്കിൽ നാം ഈ റമളാൻ മാസത്തിന്റെ ഇന്നലകൾ വെറും ബാഹ്യമായ നമ്മുടെ പ്രകടനങ്ങൾ, വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കലും
സമ്മേളനങ്ങൾ നടത്തലും പ്രഭാഷണങ്ങൾ വെക്കലും ഒക്കെയായി മാത്രമായി നാം ഒതുങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തഖ്വയുടെ വിധാനം ഉയർന്നിട്ടില്ല എങ്കിൽ നാം നഷ്ടവാളികളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമുക്ക് സമയമില്ല. പ്രത്യേകിച്ചും പാപമോചനത്തിന്റെ രണ്ടാമത്തെ പത്ത് അവസാനിക്കാൻ പോവുകയാണ്. ഇനി 2 ദിവസം മാത്രമാണ്. അതല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ബാംഗ്ലൂരോ തമിഴ്നാട്ടിലോ ഉള്ളവർക്ക് 3 ദിവസം മാത്രമാണ് ആകെ ഇനി ഈ രണ്ടാമത്തെ പത്തിൽ നിന്നും അവശേഷിക്കുന്നത്. പാപമോചനം നമുക്ക് കിട്ടിയോ? അല്ലാഹു തആല നമ്മളെ മാടി വിളിച്ചതാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. നമ്മളൊക്കെ ഇനിയും ഈ റമളാനായിട്ടും ഈ രണ്ടാമത്തെ പത്തായിട്ടും റമളാനാകുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചിന്തിക്കുക? റമളാൻ എന്ന് വന്നോട്ടെ, റമളാനിൽ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് പാപമോചനം തേടാമെന്ന്. റമളാനിലെ ഓരോ ദിവസങ്ങളും അങ്ങനെ നാം പ്രതീക്ഷിച്ചു. ആദ്യ ദിവസം കഴിയാതെ പോയി എന്തെങ്കിലും ഒരു തിരക്കിലായി, രണ്ടാമത്തെ ദിവസം വേറെന്തെങ്കിലും ഒരു പ്രശ്നത്തിലായി, മൂന്നാമത്തെ ദിവസം ബിസിനസ് സംബന്ധമായ ഒരു തിരക്കിലായി, നാലാമത്തെ ദിവസം നമ്മുടെ ആർക്കെങ്കിലും രോഗമായി. ഇങ്ങനെ ഓരോ ദിവസങ്ങളും കഴിയുമ്പോഴും ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ പത്തായപ്പോഴും 10 ദിവസമുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ടിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഓരോരോ കാര്യങ്ങളുടെ പേരിൽ കൊച്ചു നൈമഷികമായ നേട്ടങ്ങളും ലാഭങ്ങളും ഭൗതികമായ ഏതെങ്കിലും ചെറിയ ചെറിയ പ്രയോജനങ്ങളുടെയും പേരിൽ എന്റെയും നിങ്ങളുടെയും വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ഇനിയുള്ള ഈ സമയങ്ങളെങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടുള്ള ഈ രണ്ടാമത്തെ പത്തിലെ ഈ അവസാനത്തെ ദിനരാത്രങ്ങളെങ്കിലും എന്റെ പ്രിയ സഹോദരങ്ങളെ ഞാനും നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിന് പകരം ശൈത്വാൻ നമ്മളിൽ എന്താണ് ഒരു ചിന്തയിട്ട് വരിക? റമളാന് മുമ്പ് നമുക്ക് കഴിഞ്ഞില്ല, റമളാനാകട്ടെ എന്ന് കരുതി. റമളാനായിട്ടും പറ്റാതെ പോയി. ഇപ്പൊ റമളാന്റെ രണ്ടാമത്തെ പത്ത് തീരാനായി. ഇനി എന്ത് നന്നാവാനാണ്? ഇല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓരോ സെക്കൻഡുകളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അടുത്ത സെക്കൻഡിനെ പാപമോചനത്തിന്റെയും അള്ളാഹുവിനുള്ള പൊറുക്കലിന്റെ തേടലിന്റെയും സെക്കൻഡുകളാക്കി മാറ്റാൻ അള്ളാഹു തആല തന്നെ പ്രേരിപ്പിക്കുകയാണ് എത്രയോ ഭാഗത്തുകൂടി വിശുദ്ധ ഖുർആനിലൂടെ. ഖുൽ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയെ എന്ന് പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയവർ, നമസ്കാരങ്ങൾ ഒഴിവാക്കിപ്പോയവർ, തിന്മകൾ വർദ്ധിച്ചു പോയവർ, സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് തെറ്റുകളിൽ പെട്ടുപോയവർ, പലിശയുടെ കൊടുങ്കുടുക്കുകളിൽ പെട്ടുപോയവർ, അവർ ഏതെങ്കിലും നിമിഷങ്ങളുടെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് വ്യഭിചാരത്തിൽ പെട്ടുപോയവർ, മറ്റ് കഠിനമായ തെറ്റുകളിൽ പെട്ടുപോയവർ, അവരിൽ കുറ്റബോധമുണ്ടോ? മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞവർ, മറ്റുള്ളവരുടെ സ്വത്ത് വഞ്ചിച്ചെടുത്തവർ, അനാഥകളുടെ സ്വത്ത് വഞ്ചിച്ചെടുത്തവർ, അനാവശ്യമായ വിവാദങ്ങളിലും സംവാദങ്ങളിലും ഏർപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ, ഇങ്ങനെയെല്ലാം സ്വന്തം ശരീരത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയ അടിമകളോട് പറയുന്നതിനെ അവരത് നിർത്താൻ തയ്യാറുണ്ട് എങ്കിൽ, അവരാ തെറ്റിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ട് എങ്കിൽ അവരുടെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് അവരാരും നിരാശരാകരുതെന്ന് പറയുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശയുണ്ടാകാതെ അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു വിളിക്കുന്നു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. അള്ളാഹു പറയുകയാണ്, ധൃതി വെച്ച് വരിക, വേഗം വരിക, ധൃതി വെച്ച് നിങ്ങൾ വരിക, ഓടിയടുക്കുക. നിങ്ങൾ അള്ളാഹു വിളിക്കുന്നു, നിങ്ങൾ ഓടിയടുക്കുക. എന്തിലേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക. പടച്ചവൻ വെച്ചിട്ട് വിളിക്കുക, പാപമോചനം ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാ. നിങ്ങളൊന്ന് ചോദിക്കുവോ? നിങ്ങളൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിതാ പാപമോചനം ഞാൻ തരാൻ തയ്യാറാണ്. നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കേണ്ടത് പോലെ ചോദിച്ചാൽ മതി. നിങ്ങൾ ഓടി വരിക ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. ഇതിനേക്കാൾ അപ്പുറം റബ്ബിൽ നിന്ന് എന്താണ് സഹോദരങ്ങളെ നമുക്ക് കിട്ടേണ്ടത്? നമ്മുടെ പടച്ച തമ്പുരാൻ നമ്മളെ വിളിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
വിശുദ്ധ റമളാൻ മാസമായി കഴിഞ്ഞാൽ അല്ലാഹു തആല ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തുനിന്ന് അല്ലാഹുവിന്റെ വിളിയാളം വരും. അല്ലാഹു ചോദിക്കും, എന്റെ അടിമകളെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എന്റെ അടിമകളെ, നിങ്ങളിൽ ആരാണ് പാപമോചനം തേടാൻ സന്നദ്ധതയുള്ളത്? പാപമോചനം തേടുക. അങ്ങനെ തേടുന്നവർക്ക് ഞാൻ പുറത്തു തരാൻ തയ്യാറാണ്. തെറ്റുകൾ ചെയ്തുപോയ, കുറ്റങ്ങൾ ചെയ്തുപോയ നാം ഓരോരുത്തരും പടച്ച തമ്പുരാന്റെ മുന്നിൽ നമുക്ക് എങ്ങനെയാണ് വിചാരണയുടെ വേളയിൽ എനിക്ക് നിങ്ങൾക്കും ഹിസാബിന്റെ ദിവസം ഒന്ന് എത്താൻ കഴിയുക? എങ്ങനെയാണ് ഈ തെറ്റുകൾ ഒന്നൊന്നായി റബ്ബിന്റെ മുന്നിൽ എടുത്തെടുത്ത് കാണിച്ച്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ക്യാമറകളിൽ ഒപ്പിയെടുത്തതെല്ലാം അവിടെ വെച്ച് വ്യക്തമാക്കപ്പെട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതെല്ലാം കാണിച്ച് നാം ഓരോരുത്തരും അവിടെ വെച്ച് അപമാനിതരായി പോകുന്ന ആ ദുർനിമിഷം വരാതിരിക്കാൻ വേണ്ടി അവയെക്കുറിച്ചെല്ലാം നമുക്ക് മുന്നറിയിപ്പ് തന്ന പടച്ചവൻ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എന്നിലേക്ക് ഓടിയെടുക്കുക, പാപമോചനത്തിലേക്ക് ഓടിയെടുക്കുക, നിങ്ങളുടെ റബ്ബാകുന്ന എന്റെ പാപമോചനത്തിലേക്ക്. അങ്ങനെ നിങ്ങൾ പാപമോചനത്തിലേക്ക് ഓടിയെടുക്കുമെങ്കിൽ വജന്നത്തിൻ, സ്വർഗത്തിലേക്കും, അനന്ത വിശാലമായ വിഹായസുകളുടെയും വിശാല വിസ്തൃതമായ ഭൂമിയുടെയും ഒപ്പമുള്ള അതേ വലിപ്പത്തിൽ അല്ലെങ്കിൽ അതിനുമപ്പുറം വിശാലതയുള്ള അനുഗ്രഹീതമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക. അല്ലാഹു വിളിക്കുകയാണ്, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക, പാപമോചനത്തിലേക്ക് ഓടിയെടുക്കുക. അള്ളാഹു ക്ഷണിക്കുന്നു. അള്ളാഹുവിന്റെ ഈ ക്ഷണം സ്വീകരിക്കാൻ, അള്ളാഹുവിന്റെ ഈ വിളി സ്വീകരിക്കാൻ, അതിനുത്തരം നൽകാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിർണായകമായ സമയമാണ് വിശുദ്ധ റമളാന്റെ രണ്ടാമത്തെ പത്ത്. ആ രണ്ടാമത്തെ പത്തിൽ ഇനിയും 2-3 ദിവസങ്ങൾ ഓരോ പ്രദേശത്തിനനുസരിച്ച് അവശേഷിക്കുന്നുണ്ട്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, നഷ്ടപ്പെടുത്താതിരിക്കുക. നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം റബ്ബിന്റെ മുന്നിലേക്ക് പോവുക. നാം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, ഈ റമളാനായതിനു ശേഷം പടച്ചവനോടൊന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തോ? കണ്ണുനീര് ഒഴുകിയോ? ഭാര്യ മരിക്കുമ്പോൾ, ഭാര്യയ്ക്ക് രോഗം വരുമ്പോൾ, മക്കൾക്ക് രോഗം വരുമ്പോൾ, ഭർത്താവിന് രോഗം വരുമ്പോൾ, മാതാപിതാക്കൾക്ക് സുഖമില്ലാതെ വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും അപകടങ്ങൾ കേൾക്കുമ്പോൾ, അപകട വാർത്തകൾ കേൾക്കുമ്പോൾ ഒക്കെ ഇരുന്ന് കണ്ണുനീരൊഴുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ചെയ്തുപോയ ആകാശം വിട്ട് വേർതിരിക്കുന്ന മല പോലെയുള്ള കൂമ്പാരം പോലെയുള്ള പാപങ്ങൾ ചെയ്തു കൂട്ടി എനിക്കും നിങ്ങൾക്കും ആ പാപങ്ങള് പുറത്തു വരുന്നതിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ഒന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികളിൽ ഒരു തുള്ളിയാണ് ചെയ്തുപോയ പാപങ്ങളോർത്ത് കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ തുള്ളി തന്റെ പ്രിയപ്പെട്ട അടിമയുടെ. ആ കണ്ണീർ തുള്ളിയോളം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു തുള്ളിയില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, അത്രയും അല്ലാഹു തആല പാപമോചനം തന്റെ അടിമയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ കണ്ണീരിന് അല്ലാഹു വില കൽപ്പിക്കുന്നു. അല്ലാഹു പറയുന്നു, ആ പാപമോചനം ചെയ്തുപോയില്ലാതെ പാപവ ആമനവ അമില അമലൻ സ്വാലിഹ, അങ്ങനെ സൽക്കർമ്മങ്ങൾ തെറ്റുകൾ ചെയ്തു പോയവർ, ദുഷ്കർമ്മങ്ങൾ ചെയ്തു പോയവർ, അങ്ങനെ ആ ചെയ്തു പോയവർ പശ്ചാത്തപിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും തയ്യാറായാൽ എന്താണ് ഉണ്ടാകുന്നത്? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അല്ലാഹു തആല അവർക്ക് മാറ്റി മറിച്ചു കൊടുക്കും. അവർ ചെയ്തു പോയ ദുഷ്കർമ്മങ്ങളെ മുഴുവൻ അല്ലാഹു സൽക്കർമ്മങ്ങളാക്കി പരിവർത്തിപ്പിക്കും. പിന്നീട് അവരിൽ നിന്ന് തെറ്റുവരാതെ അവർ മുന്നോട്ട് പോകുമെങ്കിൽ അല്ലാഹുവിന്റെ അത്യുന്നതമായ പ്രതിഫലം അവർക്ക് കിട്ടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ തെറ്റുകളോടും വിട പറയാൻ തയ്യാറുണ്ടോ? അനാവശ്യ വർത്തമാനങ്ങളോട്, അനാവശ്യ വിവാദങ്ങളോട്, അനാവശ്യ വിമർശനങ്ങളോട്, പരദൂഷണങ്ങളോട്, വേഷണി പറയുന്നതിനോട്, സാമ്പത്തികമായി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിനോട്, പലിശ വാങ്ങുന്നതിനോട്, നിഷിദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിനോട്, നിഷിദ്ധമായ കാഴ്ചകളോട്, സമയം നഷ്ടപ്പെടുത്തുന്നതിനോട്, വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനോട്, വ്യഭിചാര തുല്യമായ നോട്ടങ്ങളും സംസാരങ്ങളും ഉണ്ടാകുന്നതിൽ നിന്ന്, അങ്ങനെ സർവ്വ തെറ്റുകളിൽ നിന്ന്, പലിശയിൽ നിന്ന്, മറ്റ് സാമ്പത്തികമായ നിഷിദ്ധാവസ്ഥയിൽ നിന്ന് ഒക്കെ ഒഴിഞ്ഞു നിൽക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ തയ്യാറുണ്ടോ എങ്കിൽ ഇന്നീ നിമിഷം വരെ സംഭവിച്ചതിനോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് ഇനിയും ഈ റമളാന്റെ അവശേഷിക്കുന്ന സമയങ്ങൾ, പ്രത്യേകിച്ചും ഈ രണ്ടാമത്തെ പത്തിലെ ഇനിയുള്ള ഏതാനും വിലപ്പെട്ട മണിക്കൂറുകൾ ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്താറ്. നമസ്കാരപ്പായിലേക്ക് മടങ്ങുക, പള്ളിയിലേക്ക് മടങ്ങുക. ആകാശം വിട്ട് ഉയർന്നു നിൽക്കുന്ന മുനാരങ്ങളുള്ള പള്ളിക്കുള്ളിലേക്ക് തന്നെ പൊക്കൊള്ളണമെന്നില്ല. ചെറ്റക്കൂരകളിൽ താമസിക്കുന്നവന് തന്റെ ചെറ്റക്കൂരയ്ക്കകത്ത് കിടക്കാൻ കട്ടിലില്ലാത്തവന് പായ വിരിച്ചുകൊണ്ട് ആ പായയിലിരുന്ന്
നിന്നുകൊണ്ട് അവൻ കണ്ണുനീരൊഴുക്കി റബ്ബിനോട് ദുആ ചെയ്താൽ ആ ദുആ ഇനിയുള്ള ഈ 2 ദിവസം പാപമോചനത്തിന്റെ സമയമാണ്. പാപമോചനത്തിന്റെ 2ാമത്തെ 10 അവശേഷിക്കുന്ന സമയമാണ്. ഞാനും നിങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിനോട് സുജൂദിൽ കിടന്നുകൊണ്ട് പാപമോചനം ചോദിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്ക് വിശുദ്ധ റമളാനിൽ പാപമോചനം കിട്ടിയ ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ റമളാൻ മാസത്തിന്റെ മഹത്വം കൊണ്ട് എന്റെയും നിങ്ങളുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, ശത്രുക്കൾ സൃഷ്ടിക്കുന്ന കുരുക്കുകൾ, കുടുക്കുകൾ എല്ലാത്തിലും അല്ലാഹു തആല നമ്മെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി എല്ലാം മാറ്റി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെയും നിങ്ങളുടെയും രോഗങ്ങൾ ശിക്ഷയാക്കി തരുമാറാകട്ടെ. സമയക്കുറവ് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, സമയമില്ല. ഇനിയും 48 മണിക്കൂർ മാത്രമാണ് എന്റെയും നിങ്ങളുടെയും മുന്നിൽ ഈ വിശുദ്ധ റമളാന്റെ 2ാമത്തെ 10 അവശേഷിക്കുന്നത്. അടുത്ത റമളാനിലാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ലേ സഹോദരങ്ങളെ. കഴിഞ്ഞ റമളാനിൽ ജീവിച്ചിരുന്ന പലരും നമ്മോടൊപ്പമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ ഈ റമളാന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പലരും ഇപ്പം നമ്മോടൊപ്പമില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനുശേഷം എത്ര പേരാ നമ്മുടെ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരോട് ബന്ധപ്പെട്ടവര്, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ. ഇന്നലെയും ഒരു ബഹുമാന്യനായ പണ്ഡിതൻ, ആ പ്രിയപ്പെട്ട സഹോദരൻ നോമ്പുകാരനായിരുന്നു. നമസ്കാരത്തിലുള്ള തറാവീഹ് നമസ്കാരം ഉൾപ്പെടെ എല്ലാ നമസ്കാരങ്ങളും നിർവഹിക്കുന്ന ആദരണീയനായ പണ്ഡിതൻ പോകുന്ന വഴിയിൽ ബൈക്ക് വാഹനത്തിൽ ഇടിച്ച് ആ സഹോദരൻ മരണപ്പെടുകയുണ്ടായി. ഇന്നിപ്പോൾ നാം ഫേസ്ബുക്കിലൂടെ കാണുന്നു, ബഹുമാന്യനായ മർഹൂം എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കൊച്ചുമകൻ ആക്സിഡന്റിൽ ഗൾഫിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. എത്ര അല്ലാഹുവരുടെ എല്ലാം ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും ഗ്രൂപ്പിലെ ബന്ധുക്കളിൽ നിന്നും ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ ഒക്കെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ജീവിച്ചിരുന്ന എത്രയോ ആളുകളാണ് ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിലില്ലാത്തത്, ഭൂമിയിലില്ലാത്തത്, നമ്മിൽ നിന്ന് വേർപെട്ടു പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അടുത്ത റമളാനിൽ നമുക്ക് ഇനിയും നന്നാവാം. സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത റമളാൻ വരെ കാത്തിരിക്കല്ലേ. ഞാനും നിങ്ങളും അങ്ങനെ നീട്ടിവെക്കുന്നുവെങ്കിൽ ഈ റമളാന്റെ ഇനിയുള്ള സമയങ്ങളെങ്കിലും ഫലപ്പെടുത്താൻ കഴിയാതെ പോകുന്നുവെങ്കിൽ നമ്മളെല്ലാം നഷ്ടവാളികളായി പോകും. ആവർത്തിച്ച് ഞാൻ പറയുകയാ. അതുകൊണ്ട് നമസ്കാരപ്പായയിലേക്ക് എന്റെ സഹോദരിമാര് മടങ്ങുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമസ്കാര മുറിയിലേക്ക്, ഒരു പായയിലേക്ക്, ഏതെങ്കിലും ഒരു മൂലയിലേക്ക്, ഏതെങ്കിലും ഒരു ചെയറിലേക്ക് ഇരിക്കുക. റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. ഇനിയുള്ള സമയങ്ങൾ പ്രത്യേകിച്ച് 2 ദിവസം പാപമോചനത്തിന്റെ 10 ഉപയോഗപ്പെടുത്തുക. അടുത്ത 10 അതിലും ഗൗരവമായ 10 നരകമോചനത്തിന്റെ 10. അതും ഉപയോഗപ്പെടുത്താൻ ആ 10 ഇബാദത്തിലൂടെയും ദുആയിലൂടെയും കത്തിയെരിയുന്ന ഭീകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും ആഗ്രഹിച്ച് റബ്ബിനോട് ദുആ ചെയ്യുക. റബ്ബേ, നരകത്തിലേക്ക് എറിയല്ലേ അല്ലാഹ്, നരകത്തിലെ വിറകുള്ളികളാക്കല്ലേ അല്ലാഹ്, നരകത്തിന്റെ ചൂട് താങ്ങാനുള്ള ശക്തിയില്ല റബ്ബേ, നരകത്തെ കണ്ണുകൊണ്ടെന്ന് കാണാനോ നരകത്തെ കുറിച്ച് ഓർക്കാനോ പോലും ശക്തിയില്ല റബ്ബേ, കാത്തുരക്ഷിക്കണം തമ്പുരാനെ എന്ന് റബ്ബിനോട് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യുക. അല്ലാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഉപയോഗപ്പെടുത്തുക. ആവർത്തിച്ച് ഞാൻ പറയുന്നു, അടിവരയിട്ട് പറയുന്നു, ഇനിയുള്ള നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തുക. എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, എനിക്കത് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് ഞാനും ദുആ ചെയ്യാം. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.